വേനൽക്കാലം വന്നു കഠിനമായി ചൂട് തുടങ്ങി. മുൻപത്തെ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ചൂട് ഈ വർഷം കൂടുതലാണ്. കേരളത്തിലെ ചില ജില്ലകളിൽ 38 മുതൽ 40 ഡിഗ്രി ചൂട് വരുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. സാധാരണ ജനങ്ങൾക്ക് AC ഒരു ആഡംബര വസ്തുവിൽ നിന്നും മാറി ഒരു ആവശ്യ വസ്തുവായി മാറുകയാണ്. സാധാരണക്കാർക്ക് പോലും AC ഇല്ലാതെ ഇപ്പോഴത്തെ ദിവസങ്ങളിൽ വിശ്രമിക്കാനോ കിടന്നുറങ്ങുവാനോ സാധിക്കാത്ത നിലയിലായി. ഇന്ത്യയിലെ 2 പോപ്പുലർ ബ്രാൻഡുകളായ ടാറ്റയുടെ വോൾട്ടാസും ഗോദ്രേജും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം എവരിവൺ. ഐ എം ഡിയോൺ. ഈ വേനൽക്കാലത്ത് ഒരു AC വാങ്ങണം എന്ന് ആലോചിക്കുന്നവർക്ക് ഈ വീഡിയോ മിസ്സാകരുത്. വോൾട്ടാസ്, ടാറ്റയുടെ AC, ഗോദ്രേജ് ഇന്ത്യയുടെ ട്രസ്റ്റഡ് ബ്രാൻഡ്. 1 ടൺ, 1.5 ടൺ, 2 ടൺ 3 സൈസും ഞാൻ കമ്പയർ ചെയ്യും. ഫീച്ചേഴ്സ്, ടെക്നോളജി, സ്പെസിഫിക്കേഷൻ എല്ലാം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. രണ്ടും ഇന്ത്യൻ ക്ലൈമറ്റിക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻഡ് ആണ്. ഇനി നമുക്ക് ഓരോ ടണ്ണേജ് ആയിട്ട് കമ്പയർ ചെയ്യാം. 1 ടൺ സ്റ്റാർട്ട് ചെയ്യാം. വോൾട്ടാസ് 1 ടൺ AC ഇത് ചെറിയ റൂമുകൾക്ക് പെർഫെക്റ്റ് ആണ്. 100 മുതൽ 120 സ്ക്വയർ ഫീറ്റുള്ള റൂമുകൾക്ക് വോൾട്ടാസ് 1 ടണ്ണിൽ 2 സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത്. ഒന്ന് 3 സ്റ്റാറും ഒന്ന് 5 സ്റ്റാർ. കംപ്രസർ ഇൻവെർട്ടർ കംപ്രസർ ആണ്. വേരിയബിൾ സ്പീഡിൽ വർക്ക് ചെയ്യും. ഇതിൽ വരുന്ന കൂളിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 3517 വാട്ട്സ് ആണ്. ഇതിന് ഉപയോഗിക്കുന്ന റെഫ്രിജറന്റ് ഗ്യാസ് എന്ന് പറയുന്നത് R32 ആണ്. അത് എക്കോ ഫ്രണ്ട്ലി ആണ്. ഇത് വരുന്ന കംപ്രസറിൽ വരുന്ന കണ്ടൻസർ 100% കോപ്പർ ആണ്. ഇതിന്റെ കൂളിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 52 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. നമ്മുടെ സാധാരണ മാക്സിമം ചൂട് പറയുന്നത് 38 മുതൽ 42 വരെയാണ്. അപ്പൊ 52 ഡിഗ്രി ചൂട് വരാവുന്നാലും ഈ വോൾട്ടാസ് ACകൾക്ക് ഒരു കുലുക്കവും ഉണ്ടാവില്ല. വോൾട്ടാസ് ACയുടെ ഇതിന്റെ വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് 110 വോൾട്ട് മുതൽ 285 വോൾട്ട് വരെയാണ്. വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉള്ള ഏരിയകളിൽ പോലും ഇത് വർക്ക് ചെയ്യും. ഇതിനകത്ത് 4-in-1 പറഞ്ഞ അഡ്ജസ്റ്റബിൾ മോഡാണ് വരുന്നത്. 4 ഡിഫറെന്റ് കൂളിംഗ് ലെവൽസ് ഇത് വർക്ക് ചെയ്യട്ടോ. ഇതിനകത്ത് റൂം പെട്ടെന്ന് കൂളാവാനായിട്ട് ടർബോ കൂൾ എന്നുള്ള ബട്ടൺ വരുന്നത് റിമോട്ടിൽ. ഇത് AC ഇടുമ്പോൾ രാത്രി ഒരുപാട് തണുപ്പ് നമുക്ക് റൂമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉറക്കത്തിൽ നിൽക്കും. അത് ഇല്ലാണ്ടാക്കാനായിട്ട് ഇതിനകത്ത് സ്ലീപ്പ് മോഡ് ഒരു ഫംഗ്ഷൻ വരുന്നത്. സ്ലീപ്പ് മോഡ് രാത്രി ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യും. ഇതിനകത്ത് ആന്റി ഡസ്റ്റ് ഫിൽറ്റർ വിത്ത് മൈക്രോബയൽ കോട്ടിംഗ് വരുന്നത്. നമ്മുടെ റൂമിലിരിക്കുന്ന ACയുടെ ഇൻഡോർ യൂണിറ്റ് ആണ് റൂമിലത്തെ വായുവിനെ വലിച്ച് ക്രമീകരിച്ച് നമുക്ക് തരുന്നത്. അപ്പൊ വായുവില് ചെറിയ ചെറിയ പൊടികൾ ഉണ്ടായിരിക്കും, നമുക്ക് കാണാൻ പറ്റാത്ത ചെറിയ പൊടികളായിരിക്കും. ഈ പൂവിന്റെ പൊടിയിലെ ഈ ആന്റി ഡസ്റ്റ് ഫിൽറ്റർ ഇതിനൊക്കെ തടഞ്ഞു നിർത്തും. അത് ശുദ്ധവായുവിന് മാത്രം കൊടുത്തേക്കും. ACയുടെ നോയ്സ് ലെവൽ വരുന്നത് 38 മുതൽ 44 dB ആണ്. അത് സൈലന്റ് ആണ്, ശബ്ദം വളരെ കുറവാണ്. വേനൽക്കാലത്ത് വോൾട്ടാസ് AC ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ACകൾക്ക് ഫുൾ വാറന്റി വരും. 5 വർഷം കോംപ്രഹെൻസീവ് വാറന്റിയും 10 വർഷം കംപ്രസർ വാറന്റി വരുന്നത്. അതുപോലെ 1 ടൺ, 1.5 ടൺ, 2 ടൺ ഇൻവെർട്ടർ ACകൾക്ക് ഫ്രീ ഇൻസ്റ്റലേഷൻ വരുന്നുണ്ട്. റെസിഡൻഷ്യൽ പർപ്പസിനുള്ള ACകൾക്ക് മാത്രമുള്ളതാണ്. കൊമേഴ്ഷ്യൽ പർപ്പസിന് ഈ ഫ്രീ ഇൻസ്റ്റലേഷൻ ലഭിക്കില്ല. ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 29,000 to 38,000 ആണ്. ഇതിൽ ഫ്ലക്ച്വേഷൻ വരാം. ഒന്നാമത്തെ കാര്യം, കോപ്പറിന്റെ മൈനിങ് കുറവാണ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് കുറവാണ്, യുദ്ധം നടക്കുന്നതുകൊണ്ട് ഇമ്പോർട്ടിംഗ് ഒക്കെ വളരെ കുറവാണ്. അപ്പോ ഇതിന്റെയൊക്കെ പ്രൈസിൽ വളരെയധികം ഫ്ലക്ച്വേഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ AC എടുക്കാൻ ആഗ്രഹിക്കുന്നു, എത്രയും പെട്ടെന്ന് എടുത്തോളൂ. ACയുടെ വില ഇനിയും കൂടും. പ്രൊഡക്ഷൻ വളരെയധികം കുറവാണ്. അടുത്തായിട്ട് ഗോദ്രേജിന്റെ 1 ടൺ AC വാങ്ങാം. ഇതും ഒരു ബെസ്റ്റ് AC ആണ് കേട്ടോ. 1 ടൺ 3 സ്റ്റാർ വരുന്നുണ്ട്, 5 സ്റ്റാർ വരുന്നുണ്ട്. ഇൻവെർട്ടർ കംപ്രസർ തന്നെയാണ് വരുന്നത്. കൂളിംഗ് കപ്പാസിറ്റി 3500 വാട്ട്സ് വരുന്നുണ്ട്. ഇതിന്റെ കോപ്പർ കണ്ടൻസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കൂളിംഗ് റേഞ്ച് 52 ഡിഗ്രി സെൽഷ്യസ് വരുന്നത്. നേരത്തെ ഞാൻ വോൾട്ടാസിൽ പറഞ്ഞ അതേ റേഞ്ച് തന്നെയാണ് ഗോദ്രേജിൽ വരുന്നത്. ഗോദ്രേജിന്റെ സെലക്ടഡ് മോഡൽസിൽ ഐ സെൻസർ ടെക്നോളജി വരുന്നത്. ഇതൊരു യൂണിക് മോഡലാണ് കേട്ടോ. റിമോട്ട് കൺട്രോളില് ഒരു സെൻസർ ഉണ്ട്. ആ സെൻസർ നിങ്ങളിരിക്കുന്ന ലൊക്കേഷനുള്ള ടെമ്പറേച്ചർ സെൻസ് ചെയ്യും. AC യൂണിറ്റ് ഇരിക്കുന്ന ടെമ്പറേച്ചർ അല്ല കേട്ടോ, നിങ്ങളിരിക്കുന്ന എക്സാക്ട് സ്പോട്ടിലുള്ള ടെമ്പറേച്ചർ, സെറ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ആകും. ഇത് വോൾട്ടാസിൽ ഇല്ല കേട്ടോ. ഗോദ്രേജിനകത്ത് 5-in-1 കൂളിംഗ് എന്ന് പറഞ്ഞാൽ കൺവെർട്ടബിൾ മോഡ് വരുന്നുണ്ട്. 5 മോഡ്സ് വരുന്നുണ്ട്. ഇപ്പൊ റൂമിൽ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ 1 ടൺ AC എന്നുള്ളത് 110% അത് വർക്ക് ചെയ്യും. നോർമൽ ആളുകൾ ഉള്ളെങ്കിൽ 100% വർക്ക് ചെയ്യും. ആളുകൾ കുറവാണെങ്കിൽ 80% വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ 60% ഒരാളോ മറ്റോ ഉള്ളെങ്കിൽ കൂളിംഗ് വേണ്ട 40% വരെ ഈ AC കൺവേർട്ട് ചെയ്ത് അതിന്റെ കൂളിംഗ് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോ ഇലക്ട്രിസിറ്റി ബില്ല് അത്രയും കുറയ്ക്കാൻ സാധിക്കും. പിന്നെ വരുന്നത് AI ടെക്നോളജിയാണ്. ഇത് ഹ്യൂമൻ പ്രസൻസ് ഡിറ്റക്ട് ചെയ്തിട്ട് കൂളിംഗ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആകും. ബ്ലൂ ഫിൽ ആൻഡ് ആന്റി കൊറോസീവ് കോട്ടിംഗ് വരുന്നുണ്ട്. ഈ കേരളത്തിലെ കോസ്റ്റൽ ഏരിയയിലേക്ക് ഇത് വളരെ ബെറ്റർ ആണ്. തീരദേശ മേഖല, ഈ കടലിന്റെ ഉപ്പുകാറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ വളരെ നല്ലതാണ്. ഇതിനകത്ത് സെൽഫ് ക്ലീൻ ടെക്നോളജിയും ആന്റി മൈക്രോവെയിൽ കോട്ടിംഗ് വരുന്നത്. സെൽഫ് ക്ലീൻ ടെക്നോളജി വരുന്നത് ഞാൻ പറയാൻ വിട്ടുപോയി. വോൾട്ടാസിലും ഓട്ടോ ക്ലീൻ ടെക്നോളജി വരുന്നത്. ഓട്ടോ ക്ലീൻ എന്ന് പറയുന്ന ബട്ടൺ പറഞ്ഞു കഴിഞ്ഞാൽ
അതിന്റെ ഇൻഡോർ യൂണിറ്റ് ഓട്ടോമാറ്റിക് ക്ലീൻ ആക്കും. അതുപോലെ ഗോദ്രേജിലും ആ ടെക്നോളജി വരുന്നുണ്ട്, ഓട്ടോ ക്ലീൻ വരുന്നുണ്ട്. ഓട്ടോ ക്ലീൻ ആയാൽ ഗോദ്രേജിന്റെ ഇൻഡോർ യൂണിറ്റ്, നമ്മൾ റൂമിൽ വെക്കുന്ന യൂണിറ്റ് ഓട്ടോമാറ്റിക്കലി ഈസി തന്നെ ക്ലീൻ ചെയ്യുന്ന ടെക്നോളജിയാണിത്, ഓട്ടോ ക്ലീൻ. ഇത് വോൾട്ടാസിലും ഗോദ്രേജിലും വരുന്നുണ്ട് ഓട്ടോ ക്ലീൻ ടെക്നോളജി. ഈ ഗോദ്രേജ് എസിയിൽ ലോ റെഫ്രിജറേറ്റർ ഇൻഡിക്കേറ്റർ വരുന്നത്. ഗോദ്രേജിനും 1 year കോംപ്രഹെൻസീവ് വാറണ്ടിക്ക് പകരം 5 year കോംപ്രഹെൻസീവ് വാറണ്ടി, 10 year കംപ്രസർ വാറണ്ടി വരുന്നുണ്ട് കേട്ടോ. ഗോദ്രേജിന്റെ സെലക്ടഡ് ഇൻവെർട്ടർ സ്പ്ലിറ്റ് എസി മോഡലുകൾക്ക് 1 ton, 1.5 ton, 2 ton മോഡലുകൾക്ക് ഗ്യാസ് റീഫിൽ ചെയ്യുന്നത് ഫ്രീ ആണ്. അതുപോലെ തന്നെ സർവീസ് ചാർജുകൾ ഉണ്ടായിരിക്കില്ല. മൂന്നാമത് വരുന്നത് റിമോട്ട് കൺട്രോൾ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അത് അവർ റീപ്ലേസ് ചെയ്യുന്നത് പറയുന്നുണ്ട്. താഴെ വീണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ. പ്രൈസ് റേഞ്ച് വോൾട്ടാസും ഗോദ്രേജും ഓൾമോസ്റ്റ് സെയിം പ്രൈസുകളാണ് വരുന്നത്. മോഡൽ വേരിയൻസ് വ്യത്യാസമായിരിക്കും. ഈ 1 ton AC നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ 1 ton AC കമ്പനികൾ വളരെ കുറഞ്ഞ പ്രൊഡക്ഷനെ ചെയ്യുള്ളൂ. കാരണം കമ്പനികൾക്ക് 1 ton AC പ്രൊഡ്യൂസ് ചെയ്യുന്നതും 1.5 ton AC പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഏകദേശം അവരുടെ കോസ്റ്റ് ഏകദേശം വലിയ ഡിഫറൻസ് വരുന്നത്. ഇന്ത്യയിൽ കേരളത്തിലേക്ക് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് 1 ton AC അവര് നിർമ്മിക്കുന്നത്. അപ്പൊ നിങ്ങൾ 1 ton AC മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വർഷം തന്നെ മേടിച്ചോളൂ. അടുത്ത വർഷം വില കൂടും. 1 ton AC കമ്പനികൾ അടുത്ത വർഷം വളരെ പരിമിതമായിട്ട് മാനുഫാക്ചർ ചെയ്യുള്ളൂ. ഈ 1 ton വോൾട്ടാസും ഗോദ്രേജും കമ്പാരിസൺ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആണ് വരുന്നത്. അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സാധാരണക്കാർക്ക് ഏറ്റവും താങ്ങാവുന്ന ഒരു AC ആണ് വോൾട്ടാസ് ഗോദ്രേജ്. നിങ്ങൾ കൂടുതൽ നേരം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് 5 സ്റ്റാറിന് ആവശ്യമുള്ളൂ. സാധാരണ ആവശ്യങ്ങൾക്ക് 3 star AC ധാരാളം മതി. പിന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് AC മേടിക്കാൻ പണമില്ലെങ്കിൽ മന്ത്ലി EMI 0% ഇൻട്രസ്റ്റില് 0% ഡൗൺ പേയ്മെന്റില് സെലക്ടഡ് മോഡൽസ് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. അടുത്തതായിട്ട് 1.5 ton AC നമുക്ക് പരിചയപ്പെടാം. സാധാരണ പുതിയതായി കൺസ്ട്രക്ഷൻ ചെയ്ത എല്ലാ വീടുകളിലും ബെഡ്റൂമുകൾ 1.5 ടണ്ണിന് യോജിച്ച ബെഡ്റൂമുകളാണ്. അത് 120 മുതൽ 180 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ബെഡ്റൂമുകളാണ് വരുന്നത്. അതിന് 1.5 ton AC ആണ് ഏറ്റവും നന്നായിരിക്കുക. ഇത് 1.5 ton 3 സ്റ്റാറിലും വരുന്നത് 5 സ്റ്റാറിലും വരുന്നത്. ഇത് ഏകദേശം പ്രൈസ് റേഞ്ച് വരുന്നത് 3 സ്റ്റാർ മുതൽ 5 സ്റ്റാർ വരെ പ്രൈസ് റേഞ്ച് വരുന്നത് 34 തൊട്ട് 42 വരെയാണ്. ഓരോ മോഡലിസ്റ്റ് പ്രൈസ് വ്യത്യാസം വരും. ഞാൻ ഏകദേശം പ്രൈസ് പറഞ്ഞാൽ 1 ton എന്ന് പറഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സും AC എന്ന് പറഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സും ഈ 1.5 ton AC യിലും വരുന്നുണ്ട് കേട്ടോ. സെയിം വാറണ്ടിയും സെയിം തന്നെയാണ് വരുന്നത്. ഫ്രീ ഇൻസ്റ്റലേഷനുമാണ്. ഗോദ്രേജിൽ 1.5 ton AC 3 സ്റ്റാർ 5 സ്റ്റാർ വരുന്നത്. നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. വോൾട്ടേഴ്സിന്റെ പോലെ പ്രൈസ് റേഞ്ച് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇതിനൊരു കമ്പാരിസൺ വരുന്നത് കേരളത്തിലെ കോസ്റ്റൽ ഏരിയസ് കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, തിരുവനന്തപുരം തീരദേശമായി കടലൊക്കെ ബന്ധപ്പെട്ട് ഗോദ്രേജ് AC കുറച്ചുകൂടി ബെറ്റർ ആണ്. കേരളത്തിലെ ഇൻലാൻഡ് ഏരിയാസ് കോട്ടയം, പാലക്കാട്, വയനാട്, ഇടുക്കിയിൽ വോൾട്ടാസ് AC ബെറ്റർ ആണ് കേട്ടോ. ഇപ്പോ 2 ton AC ഇപ്പോൾ ആളുകൾ വാങ്ങിക്കുന്നത് ഹോളിൽ വെക്കാനാണ്. പണ്ട് ബെഡ്റൂമിൽ മാത്രം AC ഉപയോഗിച്ചിരുന്ന ആളുകൾ മുഴുവൻ ഇപ്പൊ ഹോളിലും AC വെക്കുന്നുണ്ട്. ഹോളില് 200 മേലെ സ്ക്വയർ ഫീറ്റോ 240 250 സ്ക്വയർ ഫീറ്റോ അതിൽ 2 ton AC ആണ് ഏറ്റവും സൂട്ടബിൾ ആയി. വോൾട്ടാസിന്റേതായാലും ഗോദ്രേജ് ആയി. വോൾട്ടാസിന്റെ കൂളിംഗ് കപ്പാസിറ്റി പറയുന്നത് ഏകദേശം 7034 വാട്ട്സ് ആണ്. ഇതിൽ വേരിയേഷൻസ് വരാം. ഈ 2 ton AC സാധാരണ ഓഫീസുകൾ, ക്ലിനിക്കുകൾ, ഹോട്ടലുകൾ, അതുപോലെ ചെറിയ ഷോപ്പുകളിലൊക്കെ യൂസ് ചെയ്യും. ഇതിലൊന്നും 5 year കോംപ്രഹെൻസീവ് വാറണ്ടി ഫ്രീ ഇൻസ്റ്റലേഷനോ ലഭിക്കില്ല കേട്ടോ. നേരത്തെ 1 ടണ്ണിലും 1.5 ടണ്ണിലും ഉള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തും വരുന്നുണ്ടോ. ഗോദ്രേജിന്റെ ചില മോഡലുകൾക്ക് 4-way സീലിംഗ് എന്ന ടെക്നോളജി 4 ഡയറക്ഷൻസിൽ കൂൾ എയർ ഫ്ലോ ഉണ്ടാക്കി. ഈ വോൾട്ടാസിലായാലും ഗോദ്രേജ് കമ്പനി സ്റ്റെബിലൈസർ വയ്ക്കാൻ പറയുന്നില്ല. പക്ഷെ സ്റ്റെബിലൈസർ വെക്കുമ്പോഴും ഒരു സേഫ്റ്റി പ്രിക്കോഷൻ ആണല്ലോ. ഇൻവെർട്ടർ AC സ്റ്റെബിലൈസർ വേണമെന്ന് ആളുകളുടെ വിശ്വാസം. ഇൻവെർട്ടർ ടെക്നോളജി കറണ്ട് ചാർജ് കുറയ്ക്കാനുള്ള ടെക്നോളജിയാണ്, സ്റ്റെബിലൈസർ ഫംഗ്ഷൻ അല്ല. പക്ഷെ കമ്പനികൾ സ്റ്റെബിലൈസർ റെക്കമെൻഡ് ചെയ്ത് സ്റ്റെബിലൈസർ വെക്കുന്നതാണ് നമുക്ക് നല്ലത്. വോൾട്ടേജിൽ വരുന്ന ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ ഇൻവെർട്ടർ ബോർഡുകൾ കംപ്ലൈന്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോ സ്റ്റെബിലൈസർ വെക്കുന്നതാണ് ഗോദ്രേജിനായാലും വോൾട്ടാസിനായാലും 1 ടണ്ണും 1.5 ടണ്ണും 2 ടണ്ണും ഏറ്റവും നല്ലത്. ഇനി വോൾട്ടാസ് ഗോദ്രേജ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വോൾട്ടാസിൽ 4-in-1 ആണ് വരുന്നത്. എന്നാൽ ഗോദ്രേജ് വരുന്നത് 5-in-1 കൺവെർട്ടബിൾ ആണ് വരുന്നത്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് വരുന്നത് iSense ടെക്നോളജിയാണ്. സെലക്ടഡ് മോഡൽസ് ആണ് ഉണ്ടാവുള്ളൂ. വോൾട്ടാസിൽ സൂപ്പർ ഡ്രൈ മോഡ് ഉണ്ട്. എന്താ വെച്ചാൽ കേരളത്തിലെ മൺസൂൺ സമയത്ത് ഹ്യൂമിഡിറ്റി 80 to 90% ആവും. ഹ്യൂമിഡിറ്റി ഹൈ ആയി കഴിഞ്ഞാൽ 25 ഡിഗ്രി സെൽഷ്യസ് പോലും അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ. വോൾട്ടാസിന്റെ സൂപ്പർ ഡ്രൈ മോഡ് ഹ്യൂമിഡിറ്റി അബ്സോർബ് ചെയ്ത് റൂം കംഫർട്ടബിൾ ആകും. ഗോദ്രേജില് ബേസിക് ഡ്രൈ മോഡ് ഉണ്ടെങ്കിലും വോൾട്ടാസിനെ പോലെ അത്ര എഫക്റ്റീവ് അല്ല. ടാറ്റയുടെ നെറ്റ്വർക്ക് ആയതുകൊണ്ട് വോൾട്ടാസ് സർവീസ് എല്ലായിടത്തും കിട്ടും.
ഗോദ്രജിനും സർവീസ് സെന്ററുകളുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ അഡീഷണൽ വാറണ്ടി കിട്ടണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ബ്രാൻഡിന്റെ ഓതറൈസ് സർവീസ് എഞ്ചിനീയറും വരെ ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ഇതിന്റെ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യണം. കമന്റിൽ നിങ്ങൾ ഏതാണ് വാങ്ങാൻ പ്ലാൻ ചെയ്തതെന്ന് പറയൂ. ഈ സംശയമുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.